ഈ പുഴു തിന്നു പോയല്ലോ ഇതിന്റെ ഇല മുഴുവൻ. ആ പിന്നെ നീ പറ. ആരാ? ആ ആളുവാണല്ലോ. ഓ, കല്യാണ ചെക്കനായിട്ടൊക്കെ കിന്നരിക്കുക. അത്രയൊന്നും വേണ്ട. മാളു, അത് ഞാൻ പിന്നെ വിളിക്കാം. ആ എന്താ ചേച്ചി? കല്യാണത്തിന് ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ, ചെക്കനായിട്ട് കിന്നരിക്കല്ലേ പെണ്ണ്. അങ്ങനൊന്നുമില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം? എന്ത് പറയുന്നവൻ? പിന്നെ എന്റെ അമ്മയും ചെറിയമ്മയും ഉള്ളതുകൊണ്ട് എനിക്ക് കുറെ ഉപദേശങ്ങൾ കിട്ടി. ഇന്നത്തെ തലമുറയ്ക്ക് സത്യം പറയാലോ ഇങ്ങനെ ഒന്ന് ഉപദേശിക്കാനോ കാര്യങ്ങൾ പറഞ്ഞുതരാനോ ആരുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, ഇത് ശ്രദ്ധിച്ച് കേട്ടോ. അതായത് നമ്മളിപ്പോ കല്യാണം കഴിക്കാൻ പോവാണ്, ഏതോ ഒരു വീട്ടിലേക്ക് കയറി പോവാണ്, ഏതോ ഒരു ചെക്കനാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ, ഈ കല്യാണ ചെക്കൻ്റെ, അതായത് നിന്റെ ഭർത്താവിന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഭർത്താവിന്റെ ഒരു പിടുത്തം എപ്പോഴും നിന്റെ കയ്യിലുണ്ടാവണം. നമ്മൾ ആദ്യം ആ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോൺ ഒന്ന് മൊത്തത്തിൽ പരിശോധിക്കുക, എല്ലാ പെൺകുട്ടികളായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന്. പിന്നെ ചെയ്യേണ്ടത് അവന്റെ പേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക, വല്ല ഫോട്ടോയോ എന്തെങ്കിലും. പിന്നെ പറ്റുമെങ്കിൽ ഇവന്റെ കബോർഡായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും സ്ഥലങ്ങളോ ബുക്കൊക്കെ വെച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ അവിടേക്ക് ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്തെങ്കിലും ഒരു തരുമ്പെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. നല്ല പഴയ പ്രേമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാലോ. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഇവരെ മേല് നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവണം. ഈ കല്യാണം കഴിച്ചാലുള്ള ഈ പുതുമോടി എന്നൊക്കെ പറഞ്ഞാൽ കൂടിപ്പോയ ഒരു 1-2 മാസം ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് സൗന്ദര്യമുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു പെൺകുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ അങ്ങോട്ടായിരിക്കും അവരെ ചാഞ്ചാട്ടം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അവരെങ്ങോട്ട് പോകുന്നു, എവിടെ എന്ത് ചെലവഴിക്കുന്നു, ഇത്രയും സമയം എന്തുകൊണ്ട് നേരം വഴുകി എന്ന് വേണ്ട സകല സമയത്തും നമ്മുടെ ഒരു കണ്ണ് അവരുടെ മേലുണ്ടാവണം. അപ്പം ഇങ്ങനെ ഈ ഒരു ഫ്രീ ഉപദേശം ഞാനേ തരുള്ളൂ കേട്ടോ, വേറെ ഒരാളും നമുക്ക് പറഞ്ഞിരുന്നു. കാരണം എനിക്ക് എൻ്റെ ചെറിയമ്മയും അമ്മയൊക്കെ പറഞ്ഞുതരാനുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെ ആരും പറഞ്ഞുതരാനില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്റെ പൊന്ന് വീണേച്ചി, നിങ്ങളെ വട്ടി ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. നിങ്ങളെ സുജിത്തേട്ടന്റെ കൈക്ക് തഴമ്പില്ലാത്തതുകൊണ്ട് നിങ്ങളെ ചള്ളക്കൊന്നും കിട്ടിയില്ല. അതുപോലെയല്ല എന്റെ വീണു. ഞങ്ങളെ 5-6 കൊല്ലം പ്രേമിച്ചിട്ട് ഇപ്പൊ കെട്ടുന്നത്. അതുകൊണ്ട് ഓൻ എന്ത് ചെയ്യില്ല എന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. നിങ്ങളെ കുശുമ്പ് കുഞ്ഞായ്മയൊക്കെ വെച്ച് പോയാണ്. എന്തൊരു അഹങ്കാരം ഈ പെണ്ണിന്. ആണ് ഈ തലമുറേന്റെ കുഴപ്പം. ഒരു കാര്യം പറഞ്ഞ മനസ്സിലാവില്ല, അനുഭവിച്ചോളൂ, അപ്പൊ മനസ്സിലായിക്കോളൂ. നിനക്കൊക്കെ അനുഭവത്തിലൂടെ പഠിക്കാം.